إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, യുദ്ധത്തിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ആ കുഞ്ഞിനെ കിട്ടിയിട്ട് അതിനോടുള്ള സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് ആ ഉമ്മയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബിതങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലേ, ആ സഹോദരിക്ക് ഒരിക്കലും ആ പിഞ്ചു പൈതലിനെ ആ തീയിലേക്കിടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അവരെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഇൽ മർഅതി ലിവലദിഹാ. എന്നാൽ സ്വഹാബത്തെ, നിങ്ങൾ അറിഞ്ഞോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ ഏറെ കരുണയും വാത്സല്യവും ഇഷ്ടവും അവന്റെ അടിമകളോടുണ്ട് എന്ന് പറഞ്ഞാൽ, റഹ്മാനായ റബ്ബിനെ നമ്മളെ നരകത്തിലേക്ക് ഇടുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. സുഹൃത്തുക്കളെ, ഇതൊരിക്കലും ഭംഗിവാക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനകഠോരമായ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അവസരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ പോയി പെടരുത് എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ തീരുമാനം. സുഹൃത്തുക്കളെ, അതിന് നമ്മളെ സഹായിക്കുന്ന ചെറുതും വലുതുമായ ഒട്ടനേകം അവസരങ്ങൾ റഹ്മാനായ റബ്ബ് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തിലൂടെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് ഈ ദിനങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്.
വിശുദ്ധ റമദാനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ റമദാനിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടെ ഞാൻ നിങ്ങളും പ്രവേശിക്കാൻ നിൽക്കുന്നത്. അവസാനത്തെ 10 കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ഈ ഒരു സമയത്ത് നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്ന ഹാദ ശഹറ ഖദ് ഹളറകും, ദാ നിങ്ങൾക്ക് ഒരു മാസം വന്നിരിക്കുന്നത്, റമദാൻ മാസം വന്നിരിക്കുന്നു. അള്ളാഹു റസൂൽ പറയാണ്, വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. കൂട്ടരെ, ഈ റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ ഒരു രാത്രിയുണ്ട് എന്നാണ്. അതിൽ ഒറ്റ രാത്രിയെ കുറിച്ചാണ് അള്ളാഹു റസൂൽ പറയുന്നത്, ഒരുപാട് രാത്രിയെ കുറിച്ചല്ല. ഒറ്റ രാത്രി, അത് ഏതാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു റസൂൽ പറയാണ്, അതിൽ ഒരു രാത്രിയുണ്ട്, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലഹു. ആർക്കെങ്കിലും ആ ഒരു രാത്രിയുടെ ഖൈറുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻക്ക് എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വലാ യുഹ്റമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. ഭാഗ്യം കെട്ടവൻക്കല്ലാതെ അതിനുള്ള ഒരവസരം ഉണ്ടാകാതെ പോകുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അതിന്റെ നന്മകൾ തടയപ്പെട്ടത് ആരാണോ അവൻ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും ഭാഗ്യം കെട്ടവനാണ് എന്ന്. സുഹൃത്തുക്കളെ, ഏതാണ് ആ രാത്രി? ഏതാണ് ആ ദിവസം? ലൈലത്തുൽ ഖദർ എന്നാണ് പറഞ്ഞത്. റഹ്മാനായ റബ്ബ് ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിപ്പിക്കാൻ ഒരു ചെറിയ അധ്യായം തന്നെ മാറ്റിവെച്ചു. അതിന്റെ പേര് പോലും ഖദർ എന്നാണ്, സൂറത്തുൽ ഖദർ. അവിടെ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഹൃദ്യസ്ഥമായ ആയത്തുകളായിരിക്കും അത്. എന്താ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയുമോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഓരോ പ്രത്യേകതകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കൾ, ഒന്ന്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്നാണ്. ആ ദിവസത്തിലേക്കെങ്ങാനും നമ്മൾ പ്രവേശിച്ച് അവിടെ നമ്മൾ ഇബാദത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരാളായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ, സഹോദര, അന്നത്തെ വളരെ പരിമിതമായ മണിക്കൂറുകൾ നമ്മൾ ഇബാദത്ത് ചെയ്തവനായിക്കൊണ്ടല്ല റബ്ബ് നമ്മളെ കണക്കാക്കുന്നത്, മറിച്ച് 83 വർഷത്തെ ഇബാദത്തിന്റെ പെരുപ്പമുണ്ടത്രേ ആ ഒരൊറ്റ രാത്രിക്ക് എന്നാണ്. 83 വർഷം, ഒരു 100 വർഷം ഭൂമിലോകത്ത് ജീവിക്കാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടിയെന്ന് കൂട്ടാം. എന്നാൽ പോലും അദ്ദേഹത്തിന് 83 വർഷം ഇബാദത്ത് ചെയ്യാൻ പറ്റും. പകുതി ഉറങ്ങി തീർക്കൂല സുഹൃത്തുക്കളെ. നല്ലൊരു ശതമാനം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും. ഒരു 24 മണിക്കൂർ കിട്ടിയാൽ നമ്മൾ എത്ര മണിക്കൂർ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും. ആ സ്ഥാനത്താണ് റഹ്മാനായ റബ്ബ് ഒറ്റ രാത്രിയുടെ അധ്വാനം കൊണ്ട് 83 വർഷം ഇബാദത്ത് ചെയ്തവനായിക്കൊണ്ട് നമ്മളെ പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയാറ്. ഒരു പുരുഷായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കൂട്ടാം. ഒരു 10-60 വയസ്സ് 70 വയസ്സായി ഇതുവരെ ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു ഖേദത്തോടു കൂടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? എങ്കിൽ അവൻക്ക് പോലും ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ്. നഷ്ടപ്പെട്ട പുരുഷായുസിനെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ദിവസത്തെ റഹ്മാനായ റബ്ബിദ നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു. വീണ്ടും പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ രാത്രിയുടെ പ്രത്യേകത മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. മലക്കുകൾ ഇറങ്ങി വരുന്നു. ഈ ഭൂമി ലോകത്തെ മണൽത്തരികളോളം മലക്കുകൾ വരുമെന്നാണ്. അവരുടെ നേതാവായ റൂഹ് ഉണ്ടായിരിക്കും, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരിക്കുമെന്ന. മലക്കുകൾ എന്താ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യണത്? വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി. അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഭൂമിയിലുള്ള റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി അവർ ഇതാ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഭൂമിയിലെ മണൽത്തരികളോളം വരുന്ന മലക്കുകൾ മുഴുവനും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ് ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ആലോചിച്ചു സുഹൃത്തുക്കളെ. പിന്നെയും പറഞ്ഞു, ഖദർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അതൊരു നിർണയമാണ് എന്നാണ്. ഖദറിന്റെ രാത്രി എന്ന നിർണയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, അഥവാ ഒരു വർഷത്തേക്കുള്ള അടുത്തൊരു ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നതിനിടയിലുള്ള ഒരു വർഷത്തേക്ക് ഈ ഭൂമി ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ടോ അതെല്ലാം റഹ്മാനായ റബ്ബ് മലക്കുകൾക്ക് രേഖപ്പെടുത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യം തീരുമാനിക്കുന്ന ദിവസമാണ് എന്നാണ്.
നമ്മുടെ റിസ്കും നമ്മുടെ ആയുസ്സും എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ എന്നുകൊണ്ട് അടുത്തൊരു കൊല്ലത്തേക്ക് ഓരോ ഇടങ്ങളിലും എത്ര മഴ വരണം, ആരൊക്കെ മരിക്കും, ആരൊക്കെ ജീവിക്കും എന്ന് തുടങ്ങി അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാ കണക്കുകളും മലക്കുകൾക്ക് കൈമാറ്റപ്പെടുന്ന ഒരു ദിവസമാണ് അത് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അഥവാ സമാധാനത്തിന്റെയും അതേപോലെ രക്ഷയുടെയും രാത്രിയാണ് എന്ന. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്ന് പിശാചുക്കൾക്ക് ഒന്നും ഒരു തെറ്റും ശരിയാവണ്ണം ചെയ്യിപ്പിക്കാൻ കഴിയാത്ത അത്രയും സുരക്ഷിതത്വമുള്ള രാത്രിയാണ് എന്നും, അതേപോലെ തന്നെ ഒരുപാട് അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന രാത്രിയാണ് എന്നുമൊക്കെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ധാരാളമായി കൊണ്ട് ഇബാദത്ത് എടുക്കാൻ അവന്റെ അടിമകൾ പൊതുവെ ശ്രദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നതും ഒരു ഒരു സമാധാനം കിട്ടുന്ന സമയമാണ്. അപ്പൊ നമ്മളൊരു ഇബാദത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു സമാധാനം നമുക്ക് കിട്ടാനുണ്ടല്ലോ എന്നതുപോലെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു സമാധാനത്തിന്റെയും രക്ഷയുടെയും രാത്രി എന്നും നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയേറെ പ്രത്യേകതകളുള്ള ഇങ്ങനത്തെ ഒരു ദിവസവും മറ്റുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ദിവസങ്ങളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ഇതിന്റെ വില മനസ്സിൽ കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നഊദു ബില്ലാഹ് ഓരോ പത്തുകൾ കഴിയുമ്പോഴും ആവേശങ്ങൾ കുറയുകയാണ് പതിവ്. ആദ്യത്തെ ഒരു 5 ദിവസം ഉണ്ടായിരുന്നോ ഊക്കൊന്നും കുറച്ച് കഴിഞ്ഞുണ്ടാവൂല, ആളുകൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്ന കാണാൻ കഴിയും. അവസാന 10 ആകുമ്പോഴേക്കും ഒരു ഷോപ്പിംഗ് മെന്റാലിറ്റി ആളുകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകൽ, രണ്ടാമത്തെ ദിവസം പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പോകൽ, മൂന്നാമത്തെ ദിവസം ചെരുപ്പ് എടുക്കാൻ പോലും അത് പിറ്റേ ദിവസം മാറ്റി കൊടുക്കാൻ പോലും, ഇങ്ങനെ അങ്ങാടി കൂടെ തെണ്ടുന്ന ദിവസമായിക്കൊണ്ട് പലപ്പോഴും മാറിയിട്ടുണ്ട്. ഷോപ്പിംഗ് വേണ്ട എന്നല്ല അർത്ഥം, പക്ഷെ നമുക്കൊരു ക്രമീകരണം വേണം. കാരണം എന്താണെന്നറിയോ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ക്രമീകരിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. ഈ അവസാനത്തെ 10 കാര്യമായിട്ടുള്ള ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്? ഒന്നാമതായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, രാത്രി ധാരാളമായി കൊണ്ട് നമസ്കരിക്കുക എന്നതാണ്. ഖിയാമുൽ ലൈൽ നിർവഹിക്കുക, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി. പൊതുവേ പറഞ്ഞു ചില വാചകങ്ങൾ, പക്ഷെ ഇവിടെ പ്രത്യേകം പറയാണ്, ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള ഒരു ദിവസം ആരെങ്കിലും എണീറ്റ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടു കൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങൾക്ക് അതൊരു പരിഹാരമാണ് എന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി കൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ, ഖിയാമുൽ ലൈലുകളൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. പലപ്പോഴും പല പള്ളികളിലും ഖിയാമുൽ ലൈൽ 2 മണിക്കും 3 മണിക്കൊക്കെ സുദീർഘമായിക്കൊണ്ട്, സാധാരണ തറാവീഹ് 45 1 മിനിറ്റും 1 മണിക്കൂറൊക്കെ ചുരുങ്ങുമ്പോൾ കുറച്ചും കൂടി വിശാലമായ റുകൂകളുടെയും സുജൂദുകളുടെയും ഇടയിലുള്ള പിന്നെ റസ്റ്റിന്റെയും ഒക്കെ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളമായിക്കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഒന്ന് ഖേദിച്ച് മടങ്ങാനുള്ള അവസരങ്ങൾ നൽകുന്ന ഖിയാമുൽ ലൈലുകൾ ഉണ്ടാകാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഉണ്ടാകേണ്ടത് അവിടെയാണ്. എപ്പോഴാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഇതിനൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം, ആഫിയത്തൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂല. അവസരങ്ങൾ എപ്പോഴാണ് തിരിച്ചെടുക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് മഗ്രിബോട് കൂടെ തുടങ്ങാൻ നിൽക്കുന്ന ഈ ദിവസത്തെ ഏറ്റവും നന്നായി നമസ്കാരങ്ങളെ കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് കഴിയണം. സുജൂദുകളിൽ കിടന്ന് സുദീർഘമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമസ്കാരാനന്തരം കൈകൾ ഉയർത്തി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം റഹ്മാനായ റബ്ബിലേക്ക് പങ്കുവെക്കുന്ന ദിനങ്ങളാക്കി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പൊ ഒന്ന് നമസ്കാരമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായിക്കൊണ്ട് മാപ്പിരക്കുക എന്നതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് കരുതുക, അപ്പോൾ ഞാൻ എന്ത് ചോദിക്കണമെന്നാണ് അങ്ങുന്ന് എന്നോട് നിർദ്ദേശിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഇത്രയേറെ പോരിശുള്ള ദിവസമാണല്ലോ, സന്ദർഭമാണല്ലോ. എന്താ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ആയിഷ, നിനക്ക് ഒരുപാട് ദാരിദ്ര്യമില്ല ആയിഷ, അതുകൊണ്ട് നീ ദാരിദ്ര്യം പിന്നെ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞത്. അതിന്റെ അർത്ഥം അത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല അർത്ഥം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് എന്താണെന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു.
നീ ഇങ്ങനെ പറഞ്ഞു ആയിഷ, എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപമോചനം കൊടുക്കുന്ന ആളാണ്. ഒരു അടിമ നിന്നോട് പാപമോചനം ഇരക്കുന്നത് നിനക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. നിന്നോട് മാപ്പ് ചോദിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ അപരാധങ്ങൾ നിന്നോട് ഏറ്റുപറയാൻ വേണ്ടി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അടിമയെ നിനക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, അല്ലാഹുവേ, ഈ സാധുവിനെ ഇന്നലകളിൽ വന്നുപോയ രഹസ്യ പരസ്യ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായി ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നൊടിയാതെ അല്ലാഹുവേ എനിക്ക് നീ മാപ്പാക്കി തരണേ എന്നാണ്. സുഹൃത്തുക്കളെ, എത്ര വലിയ ഓപ്ഷൻ ആണെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹ് അങ്ങോട്ട് തരുന്നാണ്, അള്ളാഹു അങ്ങോട്ട് തരുന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹ് റസൂൽ പറഞ്ഞത്, ഇങ്ങനത്തൊക്കെ ദിവസങ്ങൾ കിട്ടിയിട്ടും റമളാൻ അവന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ അവന്റെ പാപങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ, അവൻ തൊലയട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയാനുള്ള കാരണം അതാണ് സുഹൃത്തുക്കളെ. ഇത്രയേറെ ഓപ്ഷൻ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടും പാപങ്ങളൊന്ന് ഏറ്റുപറയാനുള്ള പ്ലാനിങ്ങുകളില്ലാത്തവർ, അതിനുവേണ്ടി അധ്വാനിക്കാത്തവർ എത്ര വലിയ നിർഭാഗ്യവാനാണ്. സഹോദര, ഈ പറയുന്ന ഞാനും കേൾക്കാനും ഭാഗ്യം ലഭിച്ച നമ്മളൊന്നും ആ ഹതഭാഗ്യന്മാർ ലിസ്റ്റിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം മാപ്പിരക്കുകയാണ്. മൂന്നാമതായി കൊണ്ട് സുഹൃത്തുക്കളെ, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ പരമാവധി ചെയ്യുക എന്നുള്ളതിനാണ്. ധാരാളമായി കൊണ്ട് നന്മകൾ ഈ രാവും പകലും നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. ഇപ്പോൾ എവിടെ എത്തി നമ്മുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം? ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് സുഹൃത്തുക്കളെ, നമ്മൾ ഈ റമളാൻ കഴിയുമ്പോഴേക്കും ഒരു തവണയെങ്കിലും ഖത്ം തീരുമോ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ഈ ദിവസങ്ങളിൽ വന്ന എല്ലാ താളപ്പടവുകളും അവസാനത്തെ 10 തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം, അധികരിച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് കഴിയുന്നത്ര പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് എത്രയാണ് പ്രതിഫലം നൽകുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വാരിക്കോരി നൽകുന്ന ദിവസങ്ങളാണ് പൊതുവേ റമളാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ചെല്ലാനുള്ളത്. അതേപോലെ തന്നെ ദിക്റുകൾ സുഹൃത്തുക്കളെ അധികരിപ്പിക്കുക. അധികരിച്ച ദിക്റുകൾ, സ്വർഗത്തിൽ നിധി എന്ന് പറയപ്പെട്ട ദിക്റുകൾ, അല്ലെ, നരകം നിങ്ങൾക്ക് ഹറാമാക്കി തരുന്ന ദിക്റുകൾ, സ്വർഗം നിങ്ങൾക്ക് അനന്തരമെടുക്കാൻ സഹായിക്കുന്ന അദ്കാറുകൾ, എത്രയാണ് സഹോദര നമ്മൾ പഠിച്ചത്. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ സ്വതക്കകൾ സുഹൃത്തുക്കളെ, ഒരു പഞ്ഞം കാണിക്കണ്ട. ഉള്ളതിൽ നിന്നും എത്രയാണോ 1 രൂപ കൊടുക്കാൻ കഴിയുമോ അത് കൊടുത്ത് ആ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ ദിവസങ്ങൾ ഏത് ദിവസത്തെയാണ് ലൈലത്തുൽ ഖദറായിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പല ആളുകൾക്കും പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും മേഖലയാണ്. ചില ആളുകൾ 27 രാവിലെ മാത്രം ശ്രദ്ധിക്കുന്ന കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല സുഹൃത്തുക്കളെ. 27 രാവിലെ മാത്രം ലൈലത്തുൽ ഖദർ അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പല ആളുകൾ ഒറ്റയിട്ട രാവ് മാത്രം ലൈലത്തുൽ ഖദർ. അങ്ങനെയല്ല, പണ്ഡിതന്മാർ പറഞ്ഞത് അവസാനത്തെ 10 ഏത് ദിവസവും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന ഓരോരുത്തർക്കും തെളിവുകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തി എന്താ, പ്രവർത്തനം എന്താ? അവസാനത്തെ 10 ദിവസവും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. നമ്മുടെ ഉമ്മ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ആശറ, അവസാനത്തെ 10ലേക്ക് പ്രവാചകൻ പ്രവേശിച്ചാൽ അഹ്യൽ ലൈല, രാത്രിയെ പകലാക്കും പ്രവാചകൻ. രാത്രിയെ പകലാക്കും പ്രവാചകൻ മാത്രമല്ല, തന്റെ കുടുംബത്തെയും പ്രവാചകൻ എണീപ്പിക്കും. കുടുംബത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടുള്ള പാഠം. അതുകൊണ്ട് കുടുംബത്തെയും കൂട്ടണം. പ്രവാചകൻ നന്നായി കൊണ്ട് അധ്വാനിക്കും. തന്റെ ആ ഉടുപ്പൊക്കെ ശരിക്കും മുറുക്കിയെടുക്കുമെന്നാണ്. നമ്മളൊന്ന് ഒരുങ്ങി തയ്യാറാകാന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു എന്നാണ്. വീണ്ടും നമ്മുടെ ഉമ്മ പറഞ്ഞു, കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു 10കളിലും പ്രവാചകൻ പരിശ്രമിക്കാത്ത അത്രയും വലിയ പരിശ്രമം അവസാനത്തെ 10 നാളുകളിൽ പ്രവാചകൻ ചെയ്തിരുന്നു എന്നാണ്. അതിനുവേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ഇഅ്തികാഫിരിക്കുമെന്നാണ്. കാന യഅ്തകിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 ആകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വീടും ബാക്കിയുള്ള സംഗതികളെല്ലാം ഒഴിവാക്കി പള്ളിയിൽ വന്ന് ചടഞ്ഞിരിക്കുമെന്ന്, ഭജനമിരിക്കുമെന്ന ഹത്താ തവഫാഹുല്ലാഹ്, പ്രവാചകൻ മരിക്കുവോളം പ്രവാചകന്റെ അവസാനത്തെ 10 പ്രവാചകൻ പരിപൂർണമായി കൊണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന
രീതിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാനന്തരം അവിടുത്തെ പ്രിയതമകൾ, അവിടുത്തെ ഭാര്യമാർ ആ പതിവ് തുടർന്നിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരിമാരും നമ്മുടെ ഉമ്മമാരായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിലുണ്ടായിരുന്നു. പല ആളുകളും പെണ്ണിന് പള്ളി ഹറാമാക്കുമ്പോൾ വലിയ ഒരു പ്രതിഫലത്തിൽ നിന്നും അവരെ കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സുഹൃത്തുക്കളെ, മാറ്റാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുവാൻ. അതുകൊണ്ട് ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ അവസാനത്തെ 10 മുഴുവനായിരുന്ന ആളുകൾക്ക് മാത്രമേ ഇഅ്തികാഫ് ഉള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. മറിച്ച് കഴിവുള്ളവർ പരിപൂർണമായി കൊണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ ഇരിക്കുക. ഇനി രാത്രി മാത്രം ഇരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ? മഗ്‌രിബിന് കഴിഞ്ഞ് സുബഹിക്ക് ഇറങ്ങാൻ കഴിയുന്ന ആളുകളുണ്ടോ? അവർ ആ നിയ്യത്തിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക. ഇനി അതിനും കഴിയില്ലേ? എത്ര സമയമാണോ നമുക്ക് പള്ളിയിൽ ബാക്കിയുള്ള ഭൗതികപരമായി കൊണ്ടുള്ള ഏർപ്പാടുകളെല്ലാം, കളിച്ചിട്ട് തമാശകളെല്ലാം മാറ്റിവെച്ച് നമുക്ക് അവിടെ ചടഞ്ഞിരിക്കാൻ കഴിയുക? അതിനു വേണ്ടി 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? ആ നിയ്യത്തിൽ നമ്മൾ വന്നിരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ കഴിയുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൂലി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി പള്ളികളിലേക്ക് വരാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാവും. ബേജാറാകേണ്ട സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ പറഞ്ഞു അവർ ഇരിക്കുന്നിടത്ത് വെച്ച് കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യട്ടെ എന്നാണ്. അവർ വാട്ടർ ബെഡിലായിരിക്കും ഒരു പക്ഷേ, അവിടെ കിടന്നവർ ചെയ്യട്ടെ. പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത സഹോദരിമാരുണ്ടാവും, ആഗ്രഹിച്ചു ഒരുപാട്, പക്ഷെ മാസമുറയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിസന്ധികളെ കൊണ്ട് കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അവർ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് ആ രാവും പകലും കഴിവിന്റെ പരമാവധി നിയ്യത്തിൽ പണിയെടുക്കട്ടെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെ ഇരുന്നാലും ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലത്തിന് പങ്കുവെക്കാൻ നമുക്ക് കഴിയുമെന്നാണ് സൂചിപ്പിക്കുമ്പോൾ കഴിവിന്റെ പരമാവധി നമ്മൾ പള്ളിയിലേക്ക് തന്നെ അടുത്ത് ബാക്കിയുള്ള പെരുന്നാളിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വേറൊരു സമയം കണ്ട് അതൊക്കെ ക്രമീകരിച്ച് ഏറ്റവും ചുരുങ്ങിയ രാത്രിയെങ്കിലും എല്ലാ ദിവസവും മഗ്‌രിബ് മുതൽ ഒരു സുബഹി വരെയെങ്കിലും പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാനസികപരമായി കൊണ്ട് ഒരുങ്ങുക. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഒന്നും കൂടെ പറയുന്നു, അതിന്റെ ഖൈറുകൾ തടയപ്പെട്ടവനാണ് യഥാർത്ഥത്തിലുള്ള നിർഭാഗ്യവാന്മാർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവസരം കിട്ടിയിട്ടും അറിയാൻ കഴിഞ്ഞിട്ടും മഹത്വം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും സുഹൃത്തെ അതിനുവേണ്ടി പരിശ്രമിക്കാത്തതിന്റെ പേരിൽ നമുക്കും തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. റഹ്മാനായ റബ്ബ് നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാക്കാനുള്ള പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി ആ കഠോരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ചു മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ഓരോ അവസരങ്ങളും കഴിവിന്റെ പരമാവധി നന്മകളിൽ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുമ്പോൾ പല നിലക്കുണ്ട് എന്നാണ്. ഒന്ന്, മരണത്തോടുകൂടെ നിലക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. മരണത്തോടുകൂടെ നിലച്ചു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില കർമ്മങ്ങളുണ്ട്, അവ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്. ബുദ്ധിമാനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ പറയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ധാരാളമായി കൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവനും മരണാനന്തര ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് കാര്യമായി കൊണ്ട് ചെയ്തു വെക്കുന്നവനുമാണ് എന്നാണ് ശരിക്കുള്ള ബുദ്ധിമാനത. അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോൾ സുഹൃത്തുക്കളെ, മരിച്ചു കഴിഞ്ഞാലും നിലക്കാതെ നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പല കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വതഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന പ്രതിഫലം. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമ സ്വതക്കകൾ കൊടുക്കുന്നവരാണ്. നമ്മൾ സ്വതക്കകൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും പദ്ധതികളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പള്ളികൾ അല്ലെ അതിനുദാഹരണങ്ങളാണ്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനുദാഹരണമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ ഒരു ഓഹരി കൊടുത്താൽ
അത് 6 അടി മണ്ണിലേക്ക് നമ്മളെ താഴ്ത്തി വെച്ചാലും അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് അത്തരം ഒരു സന്ദർഭ സാഹചര്യത്തെയും അവസരത്തെയും കുറിച്ചാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ സ്ഥാപനം മലപ്പുറത്തിലെ മിനി ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എന്താണ് പ്രത്യേകത? മതപഠനത്തോടൊപ്പം ഭൗതിക നിലവാരത്തിൽ ഒട്ടും താഴോട്ട് പോകാതെ മതവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ ഏറ്റവും മനോഹരമായ പഠന പദ്ധതിയോടുകൂടെ നാം തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. നിലവിൽ 700ഓളം ആൺകുട്ടികളും പെൺകുട്ടികളുമായി 700ഓളം കുട്ടികളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 100ൽ പരം വിശുദ്ധ ഖുർആൻ പരിപൂർണമായി കൊണ്ടും ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനും പുറമെ 40ഓളം സെന്ററുകളിലായി കേരളത്തിന്റെ അപ്പുറത്തുള്ള ജില്ലകളിലൊക്കെ സ്റ്റേറ്റുകളിലൊക്കെയായി പരന്നു കിടക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ സംവിധാനം വഴി 1500ഓളം കുട്ടികൾ പഠിക്കുന്നു. അതുപോലെ തന്നെ അത്തദാറുക്ക് എന്ന് പറയുന്ന പ്രായമായ ആളുകൾക്ക് ദീന് പഠിക്കാനുള്ള കോഴ്സുകൾ മറ്റുമൊക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ കേരളത്തിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിഫ്ള് സ്ഥാപനങ്ങളെ കൃത്യമായി കൊണ്ട് അതൊന്ന് ശരിക്കും പഠിച്ച് അവിടേക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ആ മഹത്തായ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അവിടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ 700 കുട്ടികളും പരിപൂർണമായി കൊണ്ട് പഠനവും ഭക്ഷണവും ഒക്കെ സൗജന്യമായി കൊണ്ടാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപൂർണമായി കൊണ്ട് ഒരു കുട്ടി ഒരു 6-7 വർഷത്തെ പഠനം അവിടെ നിർവഹിക്കുമ്പോൾ 10 പൈസ ആ നിലക്ക് വാങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചെലവ് എത്രയാണ്. ആ സ്ഥാപനം ആ നിലക്ക് നടന്നു പോകുമ്പോൾ ഒരു മാസം ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാനും അവരുടെ ഭക്ഷണത്തിനും പഠനത്തിനും വേണ്ടി 6000 രൂപയോളം ചെലവുണ്ട്. അങ്ങനത്തെ 700 കുട്ടികൾ പഠിക്കാന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, ഏകദേശം ഒരു ദിവസം ആ സ്ഥാപനം പ്രയാസമില്ലാതെ നടന്നു പോകണമെങ്കിൽ 1.5 ലക്ഷം രൂപ ചെലവാണ് കണക്കാക്കുന്നത്. ഒരു കൊല്ലം നടന്നു പോകണമെങ്കിൽ 5 കോടി രൂപയാണ് നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ 10 കൊല്ലമായിക്കൊണ്ട് നടന്നത്? നമ്മളെ പോലെയുള്ള ആളുകൾ, ദീനിനെ സ്നേഹിക്കുന്ന, ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളുടെ ഒറ്റയും തെറ്റയുമായ വിഭവങ്ങളാണ് അവിടെ എത്തിയത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കൈകോർക്കുന്നത് ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് കൊടുക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കളെ എന്ത് കിട്ടുമെന്നൊരു വിലയിരുത്തലോടുകൂടെ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈയുള്ളവനടക്കം ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പൊ ഞാനിപ്പോ ഈ ഖുത്ബ നിർവഹിക്കുമ്പോൾ അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്നത് എന്താണോ അതിന്റെ ഒക്കെ ഒരു ഓഹരി എന്നെ ഞാനാക്കി മാറ്റിയതിന്റെ പിന്നിൽ സുഹൃത്തുക്കളെ ആ സ്ഥാപനത്തിലേക്ക് അന്ന് എന്റെ പഠന കാലയളവിൽ വന്ന ചെലവ് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർ ഒരു പക്ഷെ ഇപ്പൊ കബറിലായിരിക്കും, അല്ലെ? അവർക്ക് ഇപ്പോഴത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ നന്മകൾ, ഇവിടുന്ന് കേട്ട നന്മകൾ നിങ്ങൾ പകർത്തുമ്പോൾ നിങ്ങളുടെ ഓഹരി അവർക്ക് കിട്ടുന്നു. നിങ്ങളിലൂടെ മറ്റുള്ള ആളുകൾ കിട്ടുമ്പോൾ അതിന്റെ ഓഹരി അവർക്ക് കിട്ടുന്നു. ഇത് സുഹൃത്തുക്കളെ ലാഭമല്ലാതെ വേറെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കച്ചവടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം കൊടുക്കുന്നത് എന്തും അങ്ങനെയാണ്. ഭൗതിക ലോകത്ത് നമ്മൾ എന്തെങ്കിലും കച്ചവടം തുടങ്ങുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ ലാഭത്തെക്കാൾ വലിയ നഷ്ടമുണ്ടാവും. പക്ഷെ അള്ളാന്റെ മാർഗത്തിൽ ഇറക്കിയ ഒരു പൈസ പോലും സുഹൃത്തുക്കളെ ലാഭമല്ലാത്ത കച്ചവടമല്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് ചേർന്ന് നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. എത്ര മക്കളാണ് അവിടെ ഹിഫ്ള് പഠിക്കുന്നത്? അവർ ഓതി തീർക്കുന്ന ഓരോ വരികളും അവർക്ക് മാത്രമുള്ളതല്ലല്ലോ. അവരെ അവിടെ പഠിച്ചു പോകാൻ എന്റെ ഒരു ഷെയർ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ അതിന്റെ ഒരു ഓഹരി നമുക്ക് കൂടെ കിട്ടല്ലേ. വലിയ ഒരു നന്മയിലാ സഹോദര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ കൊടുത്തോടി. നമ്മൾ ആരും കൈവച്ചിട്ടില്ലേ. അള്ളാഹുവിന്റെ സ്ഥാപനമാണ്. അള്ളാഹിന്റെ ദീനിനെ നിലനിർത്താൻ അവൻക്കറിയും. പക്ഷേ നമുക്കൊരു വലിയ അവസരം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. അത് ഉണ്ടാകരുത് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റമളാനിലെ കളക്ഷൻ നമ്മൾ ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, നമ്മൾ കേവലം സഹായം മാത്രമൊന്നല്ല, നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥാപനത്തെ കൊണ്ടു നടക്കണം. നമ്മുടെയൊക്കെ മക്കളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് കഴിയണം. ലേഡീസ് ക്യാമ്പസ് നിലവിൽ വന്നു. എത്ര വലിയൊരു ദൗത്യമാണ് സുഹൃത്തുക്കൾ നിർവഹിക്കുന്നത്. അൽ ഉമ്മു തബ്നിൽ ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഉമ്മ ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കുന്നു എന്നാണ്. ഏറ്റവും നല്ല
ലക്ഷ്യബോധമുള്ള നല്ല ഉമ്മമാർ അതിലൂടെ ഉണ്ടായി വരണം. അവർ അടുത്തൊരു തലമുറയെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് നടക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ നാട് മാറണം, അല്ലെ? ഏറ്റവും നല്ല ദീനീബോധമുള്ള മക്കളെ, അടുത്തൊരു തലമുറയെ ഉണ്ടാക്കുക എന്ന മഹനീയമായ ലക്ഷ്യം അതിന്റെ പിന്നിൽ കാണുമ്പോൾ അതിനൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നതോടൊപ്പം നമ്മുടെ മക്കളെ, പെൺകുട്ടികളെയാകട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളെയാകട്ടെ, ആൺകുട്ടികളെയാകട്ടെ, അവിടെ പറഞ്ഞയക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. അവർ ഭൗതിക നിലവാരത്തിൽ ഒരിക്കലും താഴേക്ക് പോകില്ല. അവിടെ നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് പഠിച്ചിറങ്ങിയ ഒരാളും പട്ടിണി കിടന്ന ചരിത്രമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ഏറ്റവും നല്ല അള്ളാഹുവിന്റെ ദീനിന്റെ ദഅ്വാ രംഗത്തും നന്മയുടെ ഏത് ഇടങ്ങളിലും മുൻപിൽ നിൽക്കാൻ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു ആളുകളായിക്കൊണ്ട് നമ്മുടെ ശാഖയിൽ നിന്നും, നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ മക്കൾ അവിടെ പഠനത്തിന് തേടി എത്തുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രാദേശികമായി കൊണ്ട് നടത്തിൽപ്പെടുന്ന സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന പദ്ധതി, അവിടെയൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിയണം. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്നു. ഒഴിവ് ദിവസങ്ങളിൽ മാത്രമാണ് അവർക്ക് അവിടെ പഠനം. ഒഴിവ് ദിവസങ്ങളിൽ മാത്രമാണ് പഠനം. നമ്മൾ കൊടുവായൂരിൽ, നമ്മുടെ സമീപ പ്രദേശത്ത്, സമീപ ശാഖയിൽ അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ മക്കളെ അവിടെ പറഞ്ഞയക്കാൻ കഴിയും. അതിന്റെ അഡ്മിഷൻ നടക്കുന്നൊരു സമയത്ത് കൂടെയാണ് ഉള്ളത് എന്നുള്ളത് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിലാണ് സ്വസ്ഥത, അള്ളാഹുവിന്റെ ദീനിലാണ് പരിശുദ്ധി, അള്ളാഹുവിന്റെ ദീനിലാണ് ബറക്കത്ത്. ആ ദീൻ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞോ, അതിനെ സേവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, നമ്മുടെ സമ്പത്ത് അവിടേക്ക് പോകുന്നുണ്ടോ, അതിന്റെ ഒരു ഹൈറും ബറക്കത്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. നമ്മുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടോ, അതിന്റെ തെളിച്ചം വെളിച്ചം നമുക്ക് ഉണ്ടാവും. ഇല്ലേ നമ്മൾ ഈ ഒരു ഓരത്തൊന്നും ഇല്ലേ? ഇതിനെ സ്നേഹിക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ലേ? അതിനുള്ള വിശാലമായ മനസ്സ് ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ലേ? ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നും തകരാൻ പോകുന്നില്ല. നമുക്ക് മാത്രമാണ് നഷ്ടം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല നന്മ ആഗ്രഹിക്കുന്നവരെന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലും ഈ നന്മയുടെ ഓരത്ത് നമ്മൾ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് വിശുദ്ധ റമളാനിൽ നാം നിർവഹിക്കുന്ന അമലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മക്കാണ് നമുക്കുള്ളൊരു അവസരം വന്നെത്തിയിട്ടുള്ളത്. ഏറ്റവും നന്നായി കണ്ട് സഹകരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ കൊണ്ടും ശക്തമായ സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നാളിതുവരെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും ഒന്നൊടിയാതെ സ്വീകരിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ ചെറുതും വലുതുമായി നിലക്കും രഹസ്യപര ജീവിതത്തിലൊക്കെ വന്നുപോയി എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നീ നൽകുന്ന സമ്മാനമായ ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ ഖൈറാത്തുകളും അന്വേഷിക്കുന്നവരിൽ ഉൾപ്പെടാൻ, അതിന്റെ ഒരു ഫലം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹുവേ സാധുക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഹരി നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.